മലയോര മേഖലയിൽ വ്യാപകമായി കയ്യേറിയ ഭൂമി പട്ടയദാനത്തിലൂടെ നിയമവിധേയമായപ്പോൾ വൻതോതിൽ വനഭൂമി നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് പട്ടയഭൂമിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ 1964 ഭൂമി പതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തത്. 2005 മലയോര മേഖലയിൽ പട്ടയം നൽകാവുന്ന പരമാവധി ഭൂമിയുടെ പരിധി 1 ഏക്കറായി കുറച്ചു. പട്ടയം ലഭിച്ച് 25 വർഷം വരെ ഭൂമി കൈമാറുന്ന ഭേദഗതിയും 2009 കൊണ്ടുവന്നു. എന്നാൽ പുതിയ മന്ത്രിസഭാ തീരുമാനം 2 ഭേദഗതികളും റദ്ദാക്കിയതോടെ മലയോര മേഖലയിൽ വനം കയ്യേറ്റങ്ങളും റിയൽ എസ്റ്റേറ്റ് മാഫിയകളുടെ ഇടപെടലും വ്യാപിക്കുമെന്ന ആശങ്കയുയർന്നിട്ടുണ്ട്. ഈ പ്രവർത്തനം മുഴുവൻ നടത്തുന്നത് യഥാർത്ഥത്തിൽ കർഷകരെ സഹായിക്കാനല്ല, മാഫിയകളെയോ ഭൂമി മാഫിയകളെയോ സഹായിക്കാനാണ് എന്ന് വരുന്നു. അവർ ഈ ഭൂമി മുഴുവൻ വാങ്ങിക്കൂട്ടിയിട്ട് ഇവിടെ വലിയ റിസോർട്ടുകളോ മറ്റ് സംഗതികളോ വരും. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ ഉയർന്ന പ്രതിഷേധത്തിന്റെ മറവിൽ സംഘടിത സമുദായങ്ങളുടെ താൽപര്യങ്ങൾക്ക് സർക്കാർ വഴങ്ങുകയാണെന്നും വിമർശനമുണ്ട്. കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് വിവാദത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കുറേ കലാപങ്ങളും കുറേ സമരങ്ങളെയും തണുപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ സംഘടിതമായൊരു സമുദായത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി സഹ്യപർവ്വതം എഴുതി കൊടുക്കുന്ന സ്ഥിതിവിശേഷമാണ് നമ്മുടെ മുന്നിലുള്ളത്. കേരളത്തിലെ ഭൂരഹിതരായ മനുഷ്യർക്ക് ഭൂമി കൊടുക്കുന്ന കാര്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുന്ന ഗവൺമെൻറ്റാണ് ഒരു പരിധിയില്ലാതെ പട്ടയം കൊടുക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ പട്ടയ വിതരണത്തിൻ്റെ ഭാഗമായാണ് പട്ടയഭൂമി പതിവ് ചട്ടങ്ങൾ ഉദാരമാക്കിയത്. എന്നാൽ വനഭൂമിയും സർക്കാർ ഭൂമിയും സംസ്ഥാനത്താകെ വ്യാപകമായി അന്യാധീനപ്പെടുന്നതിന് ഇത് കാരണമായേക്കാം. കെ സുനിൽകുമാർ, മീഡിയ 1, തിരുവനന്തപുരം.